വായന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുക. ആ പൊളിച്ചെടുക്കുമ്പോ തന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറം കയറിയ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനല്ലതാ നല്ല എരിവുള്ള മുളക് പൊടിയുമ്പോൾ തന്നെ എടുത്ത് തുടങ്ങട്ടോ. നല്ല നാടൻ മഞ്ഞൾപ്പൊടിയും കൂടി പാകത്തിനുള്ള ഉപ്പും അരമുറി ചെറുനാരങ്ങയുടെ നീരാട്ടോ ഞാൻ ഒഴിച്ചേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചു കൊടുക്കാം. ഇനി മീൻ മിക്കണ്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പൊ ഈ ഒരു മീനിനെ അടവ് മീൻ നാട്ടോ ഞങ്ങൾ പറയാ. അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്നുള്ളത് വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിക്കൊണ്ടേ. ഈ മത്തനിലേക്ക് ഇവിടെ വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്നാണ്ട് പൊതിഞ്ഞെടുക്കട്ടോ. അതേപോലെ ഒന്ന് കെട്ടിയും കൂടി കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. കുറെ സമയമായല്ലോ. മറ്റേ ഭാഗം കൂടി അതുപോലെയൊക്കെ ഒന്ന് വെന്തോട്ടെ. രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. കറുത്ത് നിൽക്കേണ്ടത് കരിഞ്ഞില്ലല്ലോ. അതായി ഇല എന്തായാലും കറുത്ത കളർ. പക്ഷെ ഉള്ളിലേക്ക് ഒന്നും ആയിട്ടില്ല. ഇല ഒഴിവാക്കാതെ ഇതേപോലെ ഒരു കഷ്ണം നുള്ളിരിക്കുമ്പോൾ അങ്ങനെ പിച്ചി ഇങ്ങോട്ട് എടുക്കുക. വായന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുക. ആ മത്തന്റെ ഇലയോട് കൂടിയിട്ട് വേണം കഴിക്കാം. ടോപ്പ് ക്ലാസ് സാധനം. ഞാൻ അതൊന്നും അത്ര അടിപൊളിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. മത്തനില മീൻ വറുത്തത് നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കൂലേ?